വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യവസായ നഗരം ആരെ പിന്തുണയ്ക്കും? UDFിന്റെ ഉറച്ച കോട്ടയായി വിശേഷിക്കപ്പെടുന്ന എറണാകുളത്ത് ഒരിക്കൽ കൂടി അട്ടിമറി വിജയം നേടാൻ ഇടതുപക്ഷത്തിനാകുമോ? എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലൂടെയും വർത്തമാനത്തിലൂടെയും ഒരു യാത്ര. എറണാകുളം പഴയ എറണാകുളമേയല്ല, നഗരത്തിന്റെ മുഖം തന്നെ മാറ്റി മെട്രോ പായുന്നു. കായൽപ്പരപ്പിലൂടെ കുതിക്കാൻ ജലമെട്രോ ഒരുങ്ങുന്നു. രാജ്യത്തെ വലിയ പെട്രോളിയം സംസ്കരണ കേന്ദ്രം എറണാകുളത്തിന് സ്വന്തമായി. വരുന്നു പെട്രോ കെമിക്കൽ കോംപ്ലക്സ്. അങ്ങനെ പദ്ധതികൾ പലത്. ഇവയ്ക്കെല്ലാം ഇടയിൽ പ്രളയം പിടിച്ചുകുലുക്കി. വെള്ളമെടുത്തു കൊണ്ടുപോയത് തിരികെ പിടിക്കാനുള്ള ശ്രമം തുടരുന്നു. ഇതിനിടയിൽ രാഷ്ട്രീയം പഴയത് തന്നെ. അതിലൊരു മാറ്റത്തിന് എറണാകുളത്തുള്ള സാധ്യതയെന്ത്? ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര എന്നിവ ചേരുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. മറ്റു മണ്ഡലങ്ങൾ ചാലക്കുടിയും ഇടുക്കിയും കോട്ടയവും പങ്കിടുന്നു. മുതൽ 2014 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ 2 ഉപതെരഞ്ഞെടുപ്പുകളടക്കം 18 തിരഞ്ഞെടുപ്പുകൾക്കാണ് മണ്ഡലം സാക്ഷിയായത്. ഇതിൽ 13 തവണയും കോൺഗ്രസ് വിജയിച്ചു. ഇടതുപക്ഷം വിജയിച്ചത് 5 തവണ മാത്രം. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ച 5-ൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ. CPM ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത് ഒരേ ഒരാൾ. തുടർച്ചയായി 2 തവണ MP-യായ AM തോമസിനെ അട്ടിമറിച്ച V വിശ്വനാഥ മേനോൻ എന്ന അമ്പാടി വിശ്വം 1967 നേടിയ വിജയം. പാർട്ടി ചിഹ്നത്തിലെ ആദ്യത്തെയും അവസാനത്തേതും. പിന്നീടങ്ങോട്ട് 25 വർഷം മണ്ഡലത്തിൽ LDF നിലം തൊട്ടില്ല. 84 മുതൽ തുടർച്ചയായ 12 വർഷം നിലവിലെ MP കൂടിയായ KV തോമസ് കോൺഗ്രസിനു വേണ്ടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 96-ൽ മണ്ഡലത്തിലെ മുൻ കോൺഗ്രസ് MP-യായ സേവ്യർ അറക്കലിനെ സ്വതന്ത്രനായി ഇറക്കി LDF മണ്ഡലം പിടിച്ചു. സേവ്യർ അറക്കലിന്റെ മരണത്തോടെ 97-ൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോളിലൂടെ വിജയം ആവർത്തിച്ചു. 98-ലും 99-ലും ജോർജിയുടെ മത്സരത്തിനിറങ്ങിയതോടെ മണ്ഡലം കോൺഗ്രസ് തിരികെ പിടിച്ചു. 2003-ൽ ജോർജിയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും സെബാസ്റ്റ്യൻ പോൾ ഇടതു സ്വതന്ത്രനായി ജയിച്ചു കയറി. 2004-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ വിജയം ആവർത്തിച്ചു. 2009-ൽ KV തോമസ് വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മണ്ഡലം LDFിനെ കൈവിട്ടു. 42 വർഷത്തിന് ശേഷം SFI നേതാവ് സിന്ധു ജോയിലൂടെ CPM സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് തോറ്റു. ഇത്തവണ മണ്ഡലത്തിന്റെ ചിത്രം മാറിമറിയുമോ? നഗര വോട്ടർമാർക്കും തീരദേശ വോട്ടർമാർക്കും സ്വാധീനമുള്ള മണ്ഡലത്തിൽ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ചർച്ചയാവുക? കൊച്ചി കോർപ്പറേഷനും 7 നഗരസഭകളും 22 പഞ്ചായത്തുകളുമാണ് മണ്ഡലത്തിൽ. നഗര വോട്ടർമാർ നിർണായകം. വലിയ പദ്ധതികൾക്ക് പുറമെ മറ്റു പലതുമുണ്ട് നഗരവാസികൾക്ക് പരിഗണിക്കാൻ. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ മേൽപ്പാലങ്ങളുടെ പണി പുരോഗമിക്കുന്നു. നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെട്ടു. മാലിന്യ നീക്കം സുഗമമായി. പക്ഷേ അടുത്തിടെയുണ്ടായ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവും നഗരത്തിലുയർന്ന പുകയും രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഈ വർഷത്തിൽ മാത്രം 3-4 തവണ അടുപ്പിച്ച് ഇത്തരത്തിൽ തീ ഉണ്ടായതായിട്ട് കാണപ്പെട്ടു. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇത് കോർപ്പറേഷനിൽ ഒരു ആശങ്ക ഉളവാക്കുന്നത് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണോ എന്ന് ശങ്കിക്കുന്നു. ആ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി നേരത്തെയുള്ള LDFിന് നേതൃത്വമുള്ള ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത്, നമ്മുടെ കോർപ്പറേഷൻ ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത് അവർ ചെയ്ത കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യവും ഈ കോർപ്പറേഷൻ്റെ ഭരണസമിതി വന്നതിന് ശേഷം ഇപ്പോഴല്ല, നേരത്തെ ടോണി ചെമ്മണി ആയിരുന്ന സമയത്തോ ഇപ്പോഴോ യാതൊരു കാര്യവും പ്രഖ്യാപനം അല്ലാതെ ചെയ്തിട്ടില്ല. കോർപ്പറേഷൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിടിപ്പുകെട്ട ഭരണമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായ മാറ്റം നഗരത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കും. കോർപ്പറേഷൻ ഭരിക്കുന്ന കോൺഗ്രസും സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM-ഉം മത്സരിച്ചാണ് അവകാശവാദം. UDF സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയത് LDF പൂർത്തിയാക്കിയതാണെന്ന കോൺഗ്രസും പിണറായി സർക്കാർ വന്നതുകൊണ്ടാണ് പൂർത്തിയായതെന്ന് CPM-ഉം വാദിക്കുന്നു. എറണാകുളം മണ്ഡലത്തെ ഇലക്ഷനെ ഒന്നൊന്നായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സൂക്ഷ്മ വിശകലനത്തിൽ നിർണായക ഘട്ടത്തിൽ വ്യക്തമായ രാഷ്ട്രീയ വിഷയാധിഷ്ഠിത തീരുമാനമെടുക്കാൻ ശേഷിയുള്ള വോട്ടർമാരുള്ള ഒരു മണ്ഡലം എന്നാണ് അതിനെ വിലയിരുത്തേണ്ടി വരിക.
ഈ LDF ജയിച്ചു എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ വളരെ പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വിധി നിർണയം തികച്ചും വിഷയാധിഷ്ഠിതവും രാഷ്ട്രീയവുമായ കാരണങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ മികവ് നോക്കി ഉള്ള ഒരു വിധിയായിരിക്കും എറണാകുളം മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ നിലവാരത്തിൽ മുൻപന്തിയിലുള്ള ജില്ല കൂടിയാണ് എറണാകുളം. രാജ്യത്ത് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയുടെ യോഗ്യത എറണാകുളത്തെ വോട്ടർമാർക്ക് പ്രധാനമാണ്. രാഷ്ട്രീയ അനുഭാവത്തിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടിയ മണ്ഡലമായി എറണാകുളത്തെ വിലയിരുത്താം. വികസനത്തെ സംബന്ധിച്ചോ അല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത്തരം വിഷയങ്ങൾ ഉയർന്നു വരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ അത്തരം വിഷയങ്ങൾ ഉയർന്നു വരാതിരിക്കാൻ സർവ്വശ്രദ്ധയും ഇവിടെ ഉണ്ടാവും. ഉദാഹരണത്തിന് LNG ടെർമിനലിൻ്റെ വിഷയം, മൂലംപള്ളി കുടിയിറക്കും അതിൻ്റെ ഇന്നുവരെ പരിഹാരമാകാത്ത വിഷയം. അപ്പോൾ വികസനമെന്ന് പറയുമ്പോൾ വികസനത്തിൻ്റെ ഇരകൾ ഏറ്റവും അധികമുള്ള ഒരു പ്രദേശവും കൂടിയാണിത്. പിന്നെ അതുപോലെ വികസനത്തിന് വേണ്ടി സഹിച്ചവർ അതിൻ്റെ പ്രൈമറി ബെനിഫിഷ്യറീസ് ആകാത്തൊരു സ്ഥലവും ആണിത്. വൈപ്പിൻ, കൊച്ചി, പറവൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ തീരദേശ മേഖലയിലെ ചലനങ്ങൾ ജനവിധിയെ സ്വാധീനിക്കും. ഓഖിയും പ്രളയവും ബാക്കിവെച്ച പ്രശ്നങ്ങൾ, അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ എന്നിവയെല്ലാം വിലയിരുത്തപ്പെടും. തീരദേശ പരിപാലന നിയമം പരിഷ്കരിച്ചതിലൂടെ തീരദേശത്തെ വൻകിട നിർമ്മാണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന വിമർശനവും ശക്തമാണ്. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യം മത്തിയാണ്, ചാളയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മത്തിയുടെ ഉൽപ്പാദനം 8-1 കുറഞ്ഞു പോയിരിക്കുന്നു. ഓരോ മത്സ്യബന്ധന യൂണിറ്റും കടക്കെണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവർക്ക് ഒരു മത്സ്യ വരൾച്ച പാക്കേജ്, ഫിഷ് ഫാമിൻ പാക്കേജ് അനുവദിക്കണമെന്ന് കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബഡ്ജറ്റിലെങ്കിലും അതുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അത് വൃഥാവിലായിരിക്കാം. അതേസമയം ഈ മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചറിനും ക്ഷേമത്തിനും വലിയ ഊന്നൽ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ വായിലേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് കാര്യമുള്ളൂ. കിഫ്ബി പോലുള്ള ദുരൂഹമായ ഇടങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തിയുള്ള വൻകിട പദ്ധതികളാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതെല്ലാം തന്നെ കോസ്റ്റ് റിക്കവറിയാണ് എന്നതുകൊണ്ട് തന്നെ അചിരേണ അതിൻ്റെ ഭവിഷ്യത്തോടു കൂടി മത്സ്യമേഖലയ്ക്കാണ് അനുഭവിക്കുക. തീരദേശ പരിപാലനം പോലുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന സമീപനത്തോടൊപ്പമാണ് കേരള സർക്കാരും എന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ തീരത്തുനിന്ന് മാറ്റി പാർപ്പിക്കുന്നതിനുള്ളൊരു പദ്ധതി രൂപീകരിക്കുന്നതിന് പകരം ഈ മേഖല തീരദേശം മുഴുവൻ തന്നെയും വൻകിട ഹോട്ടൽ സമുച്ചയങ്ങൾക്കും ടൂറിസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ലോബികൾക്കും കീഴ്പ്പെടുത്തുന്ന തീരെഴുതുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. വൈപ്പിനിലെ നിർദ്ദിഷ്ട IOC പ്ലാനെതിരായ സമരവും അതിലെ സർക്കാർ നിലപാടുകളും തീരദേശ മേഖലയിലെ വോട്ടിന് ഇത്തവണ കൂടുതൽ രാഷ്ട്രീയമാനം കൈവരുത്തും. എറണാകുളം മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊന്നാണ് വൈപ്പിൻ. IOC സ്ഥാപിക്കുന്ന പ്രകൃതിവാതക സംഭരണിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള സംശയങ്ങളും അതിനോട് സർക്കാർ എടുത്ത നിലപാടും പ്രദേശത്തെ CPM പ്രവർത്തകരെയടക്കം സമരത്തിലേക്ക് തള്ളിവിട്ടു. സ്ഥലം MLA S. ശർമ്മയ്ക്ക് സമരക്കാരെ തള്ളിപ്പറയാൻ കഴിയാതെ ഉരുണ്ട് കളിക്കേണ്ടി വന്നു. പ്ലാന്റിനെതിരെ സമരം ചെയ്ത കുട്ടികളടക്കമുള്ളവരെ പോലീസ് തല്ലിച്ചതച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. 2018 ജൂൺ 18 പോലീസ് നായാട്ട്. പ്ലാന്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരുടെ സമരം തുടരുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ താല്പര്യമുള്ള പദ്ധതിക്ക് തടയിടുന്നത് തങ്ങളുടെ അതിജീവന പോരാട്ടമായി കരുതുന്ന തീരദേശവാസികൾ ആർക്കൊപ്പം നിൽക്കുമെന്നത് ഇത്തവണ നിർണായകമാണ്. അങ്ങനെ ശക്തമായിട്ട് ജനങ്ങൾ എതിർക്കുന്ന ഒരു പദ്ധതി വീണ്ടും അടിച്ചേൽപ്പിക്കുമെന്നാണ് ഈ അടുത്ത ദിവസം IOCയുടെ പ്രഖ്യാപനം. അത് തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വരികയാണ്. അതായത് ഈ ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് അത് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് പൊതുവൈപ്പ് LPG ടെർമിനൽ വിരുദ്ധ ജനകീയ സമരസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ടെർമിനലിനെ പിന്തുണക്കുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ടെങ്കിൽ അവർ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പിന്നോക്കം കൊടുക്കുവാനുള്ള
എല്ലാ നടപടികളുമായിട്ട് പ്രചരണവുമായിട്ട് പുതുവയ്പ് LPG ടെർമിനൽ വിരുദ്ധ ജനകീയ സമരസമിതി മുന്നോട്ട് പോകും. ഇടപ്പള്ളി മൂത്തകുന്നം ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുക്കുന്നതിലുള്ള പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. 24 കിലോമീറ്റർ ദേശീയപാത 30 മീറ്ററിൽ വികസിപ്പിക്കാൻ സ്ഥലമേറ്റെടുത്തപ്പോൾ കുടിയിറങ്ങേണ്ടി വന്നവർ വീതി 45 മീറ്ററാക്കാൻ നിർദ്ദേശിക്കപ്പെട്ടതോടെ വീണ്ടും കുടിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥ. ഇതിനെതിരെ സമരം ചെയ്യുന്ന പ്രദേശവാസികളെങ്കിലും പ്രതിഷേധം വോട്ടിലൂടെ രേഖപ്പെടുത്തുമെന്ന ഉറപ്പ്. ഇത് മുന്നിൽ കണ്ട കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട CPM എറണാകുളം ജില്ലാ നേതൃത്വം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിക്കഴിഞ്ഞു. ജനസംഖ്യയിൽ ക്രിസ്ത്യൻ മുസ്ലിം അനുപാതം കണക്കിലെടുത്താൽ ന്യൂനപക്ഷ സമുദായാംഗങ്ങൾ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം. ക്രൈസ്തവർ 30% വരും. അതിൽ തന്നെ 80% ലത്തീൻ കാത്തലിക് വിഭാഗമാണ്. ക്രൈസ്തവർക്ക് നിർണായകമായൊരു സ്വാധീനം, അതായത് ഒരു 38-40% ഉള്ള ഒരു മണ്ഡലമാണ്. അതിൽ തന്നെ ഒരു 70% ലത്തീൻ കത്തോലിക്കരാണ്. അപ്പോൾ ആ ഒരു വസ്തുത നിലനിൽക്കുന്നു. ഒരു 15% മുസ്ലിം വോട്ടർമാർ ഉള്ളൊരു മണ്ഡലവും കൂടെയാണ്. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ നടക്കുന്ന ഒരു മണ്ഡലമാണ്. പൊതുവേ ദൈവവിശ്വാസികളുടെ ഒരു മണ്ഡലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമുക്ക് നോക്കാം. തീരദേശവാസികൾ എന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനവും ഈ കടലിൽ പോകുന്നവർ, മത്സ്യബന്ധനം നടത്തുന്നവർ, അതിസാഹസികമായ തൊഴിൽ നടത്തുന്നവർ, അപ്പോൾ ചെയ്യുന്നവരാണ്. അവർ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ സംഘടിക്കുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ അവരുടെ ഏറ്റവും വലിയ ആശ്രയം ഈശ്വരനാണ്. അപ്പോൾ അത് നിഷേധിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തോട് അവർക്ക് ഇൻബിൽറ്റായ ഒരു അരുചി ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് CPMൻ്റെ ഒരു ബുദ്ധിയാണ്, ഒരു പ്രായോഗിക ബുദ്ധിയാണ്. അപ്പോൾ ആ തിരിച്ചറിവിൽ നിന്നാണ് ഏതെങ്കിലും തരത്തിൽ ഇവിടെ തീർത്തും ഇടതുപക്ഷത്തിന് ഇവിടെ സ്വാധീനം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയവും വിജയവും മാത്രമാണ്, അതൊരു ഓരോ വോട്ടിനായാൽ പോലും. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ അവർക്കിവിടെ ഈ പറഞ്ഞ വിജയം ഇങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞത് ഈ ഒരു സമീപനം കൊണ്ടാണ് എന്നുള്ളത്. മറിച്ചുള്ള പരീക്ഷണങ്ങളും അവർ നടത്തി നോക്കി. ഉദാഹരണത്തിന് 97 മറ്റോ പിന്നെ മാണി വിധേയത്തിൽ അദ്ദേഹം ഒരു സിറിയൻ കാത്തലിക്കാണ്. അപ്പം അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഒരു പക്ഷേ പിന്നെ ഈ ഒരു ലാറ്റിൻ മണ്ഡലം എന്നുള്ള ഇതൊന്ന് മാറ്റിമറിക്കാം എന്നവർ പരിശോധിച്ച് നോക്കിയതാണ്. അത് നടന്നില്ല. സീറ്റ് വീതം വെക്കുമ്പോൾ ലത്തീൻ കത്തോലിക്കർക്കായി മാറ്റിവെക്കുന്ന മണ്ഡലമായി എറണാകുളം മാറിക്കഴിഞ്ഞു. ലാറ്റിൻ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു സീറ്റ് അവർക്ക് എവിടെയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉചിതമായ സീറ്റ് എറണാകുളമാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ 1971 മുമ്പ് ഇവിടെ സ്ഥിരമായിട്ട് മറ്റ് സമുദായക്കാരാണ് മത്സരിക്കുന്നത്. 52 മുതൽക്ക് 52-ലും 57-ലും 62-ലും 3 തവണ AM തോമസാണ് വിജയിച്ചത്. അദ്ദേഹം ലാറ്റിൻ ക്രിസ്ത്യാനിയാണ്. അതിനുശേഷം V വിശ്വനാഥൻ 67-ൽ ജയിച്ചു. പിന്നീട് 71-ൽ ഹെൻറി ഓസ്റ്റിൻ ആണ് ആദ്യമായിട്ട് ലത്തീൻ കത്തോലിക്കൻ ഇവിടെ വന്നത്. അതിനുശേഷം സ്ഥിരമായിട്ട് ലാറ്റിൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. മിക്കവാറും 2 സ്ഥാനാർത്ഥികളും ലാറ്റിൻകാരായിരിക്കും. അങ്ങനെയാണ് ഇതിനൊരു ലാറ്റിൻ സംവരണ സീറ്റ് എന്ന ഒരു ധാരണ പൊതുസമൂഹത്തിലുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിൽ ശബരിമല തന്നെയായിരിക്കും എറണാകുളം മണ്ഡലത്തിലും ചർച്ചയാവുക. പക്ഷേ അത് ആരുടെ വോട്ടിലായിരിക്കും വിള്ളലുണ്ടാക്കുക? ശബരിമല വിഷയത്തിൽ തങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. NDA ആകട്ടെ നേട്ടം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100,000-ന് 1000 വോട്ടുകൾ കുറവുണ്ടായിരുന്ന BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഹിതം 1,43,572 വോട്ടായി വർദ്ധിപ്പിച്ചു. ഇവിടുത്തെ ഈ ശബരിമല വിഷയത്തിൽ വികാരം കൊള്ളുന്ന ആ വിഭാഗം ജനങ്ങൾ പൊതുവെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അദ്ദേഹം അത് KV തോമസിനോടും അവർക്ക് എന്തെങ്കിലും കാര്യത്തിന് പ്രത്യേക വൈരാഗ്യത്തിൻ്റെ യാതൊരു സാധ്യതയുമില്ല. പക്ഷെ മൊത്തം ഈ വികാരം തങ്ങളെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കണം എന്ന് വിചാരിക്കുന്നവരുടെ സംഖ്യ മുമ്പുള്ളതിനേക്കാൾ കൂടുതലാണ്. ഒരു 5-10% വരെ വിവിധ മണ്ഡലങ്ങളിൽ സാധാരണ BJPക്ക് കിട്ടുന്നതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടും. ശബരിമല സജീവമായതോടെ എക്കാലത്തെയും ഉയർന്ന വോട്ടാണ് BJPയുടെ പ്രതീക്ഷ. 12 ലക്ഷത്തോളം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ കൂടുതലും സ്ത്രീകളാണ്.
ശബരിമല BJPക്ക് നേട്ടമായാൽ മണ്ഡലത്തിൽ ആർക്കായിരിക്കും നഷ്ടം? കഴിഞ്ഞ തവണ LDFിൻ്റെ സ്ഥാനാർത്ഥി വളരെ മോശമായിരുന്നുകൊണ്ടാണ് BJPയുടെ വോട്ട് കൂടിയത്. പിന്നെ കേന്ദ്രത്തിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പാണ്, മോഡി എന്ന വലിയ ഫാക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ 1 ലക്ഷത്തിൽ താഴെ വോട്ടുകൾ എത്തി. അവരുടെ ടാർഗറ്റ് 1.5 ലക്ഷമായിരുന്നു. 1 ലക്ഷത്തിൽ എത്തിക്കാനേ സാധിച്ചു. ഇപ്പോഴത്തെ നിലയ്ക്ക് ശബരിമല വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് അല്പം കൂടി കൂടിയേക്കാം, 1.5 ലക്ഷം 1.5 ലക്ഷം വരെ പോയേക്കാം. അതിനപ്പുറമുള്ള വലിയ അത്ഭുതമൊന്നും ഇവിടെ സൃഷ്ടിക്കാൻ കഴിയില്ല. പിന്നെ BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ അധികവും ഇടതുപക്ഷത്തു നിന്നാവാനാണ് സാധ്യത ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം. 87,000 വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ KV തോമസിന്റെ ഭൂരിപക്ഷം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലയെടുത്താൽ UDFിന്റെ ഭൂരിപക്ഷം 41,000 ചുരുങ്ങി. കളമശ്ശേരി, പറവൂർ, എറണാകുളം, തൃക്കാക്കര നിയമസഭാ മണ്ഡലങ്ങൾ UDFിനൊപ്പം നിൽക്കുമ്പോൾ വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ എന്നിവയാണ് LDF വിജയിച്ചത്. ഇരു തെരഞ്ഞെടുപ്പുകളുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും മികച്ച സ്ഥാനാർത്ഥിയുണ്ടെങ്കിൽ ജയം അസാധ്യമല്ലെന്നാണ് LDF കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ അനിതാ പ്രതാപിലൂടെ ആം ആദ്മി പാർട്ടി 50,000-ലധികം വോട്ടുകൾ നേടി. പക്ഷേ ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമോ എന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനത്തിലെത്തിയിട്ടില്ല. മത്സരത്തിനില്ലെങ്കിൽ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി പിടിച്ച വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുമെന്നതും നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ AAP മത്സരരംഗത്തുണ്ടാകുമോ എന്ന് തീരുമാനിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്ത്യഫലമായി നമ്മൾ കണക്കാക്കുന്നത് മോഡി ഈ ഭരണത്തിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. NDA ഭരണത്തിൽ നിന്ന് പോവുകയും മതേതര സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടാകുകയും വേണം. മത്സരിക്കുന്നത് കൊണ്ട് BJPക്ക് ഗുണകരമാകുമെങ്കിൽ മത്സരിക്കേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനം അനുസരിച്ചാണ് ഓരോ സംസ്ഥാനത്തെയും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിലയിരുത്തിയതിന് ശേഷം ഓരോ സംസ്ഥാനത്തും ഏത് സീറ്റുകളിൽ മത്സരിക്കണമോ ഏത് സീറ്റുകളിൽ മത്സരിക്കണം എന്ന കാര്യങ്ങൾ എന്നിട്ടേ വരികയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് തിരിച്ചു വരികയാണെന്ന പ്രതീക്ഷ എറണാകുളത്ത് കാര്യങ്ങൾ എളുപ്പമാക്കുമെന്ന കണക്കുകൂട്ടലാണ് UDF. സിറ്റിംഗ് MP KV തോമസ് മത്സരിച്ച് വിജയിക്കുകയും കേന്ദ്രത്തിൽ ഭരണമാറ്റമുണ്ടാവുകയും ചെയ്താൽ കേന്ദ്രമന്ത്രി സ്ഥാനം മണ്ഡലത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷ വോട്ടർമാർക്കുണ്ട്. BJP വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകൾ എവിടെ കേന്ദ്രീകരിക്കുമെന്നതും പ്രധാനമാണ്. ഒരാളെ ജയിപ്പിക്കുന്നതുകൊണ്ട് ഉണ്ടാകാവുന്ന ദേശീയ സാഹചര്യത്തിൽ ഉണ്ടാകാവുന്ന നേട്ടം തീർച്ചയായിട്ടും അവരുടെ ഒരു പരിഗണനാ വിഷയമാണ്. അപ്പോൾ ആ തരത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആ ഒരു കൺസേൺ ഉണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. ആ തരത്തിൽ ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ UDFന് ഉണ്ട്. എങ്കിൽ പിന്നെ അവിടെ ഇപ്പോൾ എറണാകുളത്തിൻ്റെ കാര്യം എടുത്താൽ ഇപ്പോൾ ഏറെക്കുറെ നമ്മളൊക്കെ നമ്മൾ കേൾക്കുന്ന ആ സ്ഥാനാർത്ഥി UDFിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹമാണ് ജയിക്കുന്നതെങ്കിൽ അവിടെ UPAയുടെ ഭരണമുണ്ടായാൽ അദ്ദേഹം മന്ത്രിയാണ്. ആരൊക്കെയാവും ഇത്തവണ സ്ഥാനാർത്ഥി? ഹാട്രിക് വിജയം കൊയ്യാൻ KV തോമസിന് അവസരമൊരുങ്ങുമോ? ഒരു വനിതാ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരത്തിനിറങ്ങുമോ? സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് സിറ്റിംഗ് MP KV തോമസിന്റെ ഉത്തരമെങ്കിലും വാക്കിൽ നടപ്പിലുമെല്ലാം അദ്ദേഹം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. ലത്തീൻ കത്തോലിക്ക സമുദായക്കാരനായ KV തോമസിന് തന്നെയാകും പ്രഥമ പരിഗണന എന്നതിൽ സംശയമില്ല. യുവാക്കൾക്കും വനിതകൾക്കും അർഹമായ പ്രാതിനിധ്യമെന്ന ആവശ്യം കണക്കിലെടുത്ത പുതിയൊരു സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഹൈക്കമാൻഡിനുള്ള പിടിപാട് KV തോമസിന് എന്നും തുണയായിരുന്നു. പക്ഷേ സോണിയാഗാന്ധിയുമായുള്ള ബന്ധം KV തോമസിന് രാഹുലുമായി ഇല്ലെന്നത് ഇക്കുറി തടസ്സമായുണ്ട്. 5 തവണ ലോക്സഭയിലെത്തിയ KV തോമസ് മാറി നിൽക്കണമെന്ന അഭിപ്രായമുള്ള നേതാക്കളും കുറവല്ല. ഇത്തരം അഭിപ്രായങ്ങൾക്ക് മേൽക്കൈയുണ്ടായാൽ DCC പ്രസിഡന്റ് TJ വിനോദ്, കൊച്ചി മുൻ മേയർ ടോണി ചമ്മണി എന്നിവരെ പരിഗണിച്ചേക്കാം. സീറ്റ് വനിതയ്ക്കാണെങ്കിൽ DCC ജനറൽ സെക്രട്ടറിയും AICC റിസർച്ച് സെൽ നാഷണൽ സെക്രട്ടറിയുമായ സ്വപ്ന പാട്രോണി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കും. മുൻവർഷങ്ങളിലേതിന് സമാനമായി ഇടതുപക്ഷത്തിന് ഇത്തവണയും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണുള്ളത്. കഴിഞ്ഞ തവണ ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ വരവ് അപ്രതീക്ഷിതമായിരുന്നു. അതിനു മുമ്പ് സിന്ധു ജോയിയും സെബാസ്റ്റ്യൻ പോളും സ്ഥാനാർത്ഥികളായത് പ്രതീക്ഷകളെ തെറ്റിച്ചാണ്. പൊതുസ്വതന്ത്രന് നറുക്കുവീണാൽ LDFനിക്കുറിയും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയുണ്ടാകും. P. രാജീവിന്റെ പേരാണ് ചർച്ചകളിൽ മുന്നിലുണ്ടായിരുന്നതെങ്കിലും രാജീവിനെ ചാലക്കുടിയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇന്നസെന്റിനെ എറണാകുളത്ത് മത്സരിപ്പിക്കാനുള്ള ആലോചനകളും നടന്നിരുന്നു.
പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷനായ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളിയുടെ പേരാണ് ഒടുവിൽ സജീവ പരിഗണനയിൽ. എറണാകുളം, പറവൂർ, കളമശ്ശേരി ഡിവിഷനുകളിൽ നിന്ന് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചിട്ടുള്ള യേശുദാസ് കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയാണ്. എറണാകുളം മണ്ഡലത്തിലേക്ക് യേശുദാസിന്റെ പേര് പരിഗണിക്കാൻ പ്രധാന കാരണവും ഇതുതന്നെ. വരാപ്പുഴ അതിരൂപതയുടെ രാഷ്ട്രീയകാര്യ സെനറ്റംഗം കൂടിയായ യേശുദാസ് മത്സ്യത്തൊഴിലാളി മേഖലയിലും നിർമ്മാണ രംഗത്തുമുള്ള വിവിധ ട്രേഡ് യൂണിയനുകളിൽ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് BJPയുടെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ മത്സരിച്ച AN രാധാകൃഷ്ണൻ മറ്റൊരു മണ്ഡലം വേണമെന്ന പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇതോടെ PSC മുൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലെയുള്ളവരുടെ പേരാണ് BJP സജീവമായി പരിഗണിക്കുന്നത്. നഗരത്തിലെ ചൂടും തീരത്തെ കാറ്റും അനുകൂലമാകുന്നവർക്ക് ഡൽഹിയിലേക്ക് വണ്ടി കയറാം. അതുകൊണ്ട് ഒതുക്കിയും ഒത്തുതീർപ്പിലെത്തിയും കൂട്ടിയും കുറച്ചും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള തിരക്കിലാണ് മുന്നണികൾ. അപ്രതീക്ഷിതമായി അട്ടിമറികൾ സംഭവിക്കാറുള്ള മണ്ഡലത്തിലെ വോട്ടർമാരുടെ തീരുമാനത്തിനായി കാത്തിരിക്കാം.